ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മളുടെ ലീലാമ്മച്ചി രാവിലെ പോയി. അപ്പോൾ അതിൻ്റേതായ ഒരു മൂകത ഈ വീട്ടിൽ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ എല്ലാവരും കുറച്ച് വൈകിട്ട് എണീറ്റത്, കാരണം കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാക്സിമം കിടക്കാൻ പറ്റുന്നിടത്തോളം കിടന്നോട്ടെ. ഇന്ന് പിന്നെ മഴയുടെ ഒരു ഇതൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് പറയാനായിട്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് വെയിലാണ്, വെയിലിൻ്റേതായ ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഓച്ചൂനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കണ 3 പിള്ളേരെ കാണണം കേട്ടോ. ഇവർക്ക് ഓച്ചൂൻ്റെ കൂടെ എന്താ പറയുക, തല്ലുകൂടി കളിക്കാൻ ഭയങ്കര ഇഷ്ടം, മൂപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവളും അതെ, കുട്ടികളുടെ ഒപ്പത്തിനും അങ്ങനെ നിൽക്കും. അപ്പോൾ 3 ആളും കൂടിയിട്ട് രാവിലെ തന്നെ ലോളിപോപ്പ് ചോദിച്ചു. അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിതാ ലോളിപോപ്പും കൊണ്ട് ഓടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോളിപോപ്പ് ഇവിടെ വാങ്ങി വെച്ചെടുക്കാം, കുഞ്ഞിത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ രാവിലത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരതേ വണ്ടിയൊക്കെ എടുത്ത് കയറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെയിൽ വെള്ളപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കരുത്, അല്ലാത്തപ്പോൾ മാത്രമേ കളിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല കുട്ടികളായതുകൊണ്ട് അതിൻ്റേതായ ഒരു അടക്കം ഒതുക്കമൊക്കെ കാണാനുണ്ട് കേട്ടോ. 2 ദിവസം ലീലമ്മയുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്ന്, ഞാൻ ശരിക്കും ഇന്നലെ ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ പറയുക, പൂരി ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കേട്ടോ. ഞാൻ ഇന്നലെ ഒതുക്കുമ്പോഴാണ് കണ്ടത് ചപ്പാത്തി ബാക്കിയുള്ളത്. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഓൾറെഡി അപ്പം വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ലീലാംച്ചിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ ഡോൺ ബിസ്മീഡ് അതിലേ വന്നേ. അപ്പോൾ അതോ ഇനി പോണ വഴിക്കാണാവോ എനിക്കറിയില്ല. എന്തായാലും അപ്പം വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. അപ്പവും കടലക്കറിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതും കൂടി കൊണ്ടുവന്ന കാരണം പിന്നെ രാവിലത്തെ പരിപാടി വേറെ ഒന്നും നോക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇത് പട്ടികളുടെ കുര കേട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മരാമത്ത് പണികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ഇഷ്ടിക കൊണ്ടുവന്നതാണ്. ഇത് വേറെ ഒന്നിനുമല്ല, നമ്മളുടെ പിള്ളേർസ് ഉണ്ടല്ലോ, പട്ടികൾ 3 പേര്. അവരുടെ മെയിൻ പണി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ നെറ്റിൻ്റെ മുകളിൽ, അതായത് കിണറിൻ്റെ മുകളിലാണല്ലോ നെറ്റ് ഇട്ടിരിക്കണേ, അതിൻ്റെ മുകളിൽ നിന്ന് കളി ബഹളമൊക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും സംഭവം അതിൻ്റെ മുകളിൽ നേരിയ നെറ്റ് ഇട്ടുണ്ടെങ്കിലും സേഫല്ല. വല്ലാണ്ട് 3 ആളും കൂടി ഒന്നിച്ച് ചാടിയാൽ ചിലപ്പോൾ അത് ഇളകി താഴെ വീണാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുമ്പ് ചുറ്റും മറ്റേ ചട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണിയോട് കൂടിയിട്ടാണ് ചട്ടി ഇറക്കി വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് ചട്ടി തന്നെ കയറ്റി വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ പിന്നാലെ ഞാൻ വിചാരിച്ചു, അപ്പോഴത്തെ പണികൾ അങ്ങോട്ട് കഴിച്ചു വെച്ചാൽ നമുക്ക് കുറേ സമാധാനം. മറ്റേത് ശനി ഞായറും ഞാൻ മടി പിടിച്ചിരുന്നിട്ട് തിങ്കളാഴ്ച ഒരു ബഹളമാണ്, ഉച്ച വരയ്ക്ക് ശ്വാസം പിടിച്ചിട്ടുള്ള പണികളാണ്. അപ്പോൾ ഞാനും കുട്ടികളും പറഞ്ഞു, അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പാപ്പൻ മുടക്കുണ്ടോ ഇല്ലേന്നൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് പഠിക്കണ കാലത്ത് ഓർമ്മയില്ലേ, വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ പുസ്തകം മടക്കി വയ്ക്കും, എൻ്റെ ശീല പറയണ കേട്ടോ. പിന്നെ ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് പിന്നെ ഒരു ബഹളമാണ്, രാത്രി ഇരുന്ന് ഹോംവർക്ക് ചെയ്യൽ, നാളേക്കുള്ള സംഭവങ്ങൾ ചെയ്യൽ. അപ്പോൾ എപ്പോഴും അപ്പച്ചനൊക്കെ പറയും, എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ അപ്പാപ്പ കഴിച്ചു വയ്ക്കാൻ പറയും. അപ്പോൾ അതാണ് കേട്ടോ എനിക്കും ഓർമ്മ വരിക. അപ്പോൾ ഞാൻ കുട്ടികളോടും പറഞ്ഞു, നമുക്ക് ഒക്കെ അപ്പാപ്പഴത്തെ കാര്യങ്ങൾ അപ്പാപ്പ കഴിച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒട്ടിച്ച് കവറിലാക്കി വെച്ചു. ഡാഡിയൊക്കെ കവറിലാക്കി വെച്ചു. പിന്നെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും പിന്നെ ചെയ്യാറ്. അങ്ങനെ ഞാനും ഡാഡിയും കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം ഇല കൊഴിയുണ്ട്. പക്ഷേ ഇല കൊഴിഞ്ഞാലും ഭയങ്കര സന്തോഷം. റംബൂട്ടാൻ നിറച്ചുണ്ടായിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ കണ്ടത്, ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. കാരണം എങ്ങനെ വന്നാലും ഒരു വഴുക്കൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഫുൾ വെള്ളം ഒഴിച്ചേക്കായിരുന്നു തെർമോക്കോളിൽ മീനിടാന്ന് വെച്ചിട്ട്. പക്ഷേ അത് ഓട്ടയുണ്ട്, അപ്പോൾ എങ്ങനെയായാലും പറ്റില്ല. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മണി പ്ലാന്റ് ഇട്ടു. അതായത് ഈ കിണറിൻ്റെ വട്ടം ഒന്ന് ഫില്ല് ചെയ്യണം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അവരിങ്ങോട്ട് ചാടില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ മുതലക്കുട്ടനെ ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം അലക്കലും വെച്ചു. അലക്കൽ പേരിനുള്ളൂ, ആരും അതുമേലേക്ക് പോകാറില്ല കേട്ടോ. അപ്പോൾ വേപ്പൊക്കെ എടുത്ത് മുകളിൽ വെച്ചു. അപ്പോൾ ഈ താഴെ ഭാഗം, അതായത് നമ്മുടെ അലക്കല് തൊട്ട് ബാക്ക് വരെയുള്ള സംഭവം ഫുൾ ക്ലീനായി കണ്ടു. നല്ലോണം അടിച്ച് കഴുകി വെടുപ്പാക്കിയിട്ടു എന്ന് പറയില്ല, നമ്മൾ അത്രയും ക്ലീനാക്കി. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പായലൊക്കെ ഇട്ട് ഫുൾ ക്ലീനാക്കി. അപ്പോൾ എനിക്കെങ്ങനെ വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരേ ഭാഗം, ഒരു ചെറിയൊരു ഭാഗവും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗവും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, എന്തൊക്കെയോ നടന്നു എന്നൊരു തോന്നലാണ്. അപ്പോൾ ഈ ഭാഗം മൊത്തം ഇന്ന് ശനിയാഴ്ചയും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ മിക്കവാറും ഈ ദിവസങ്ങളിലാണ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇവിടം വരെ, പട്ടിക്കൂടിൻ്റെ ആ വശം വരെ, ഇനി ആ വശം വേണം. ഇനി അവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് അഴിച്ചിട്ടിട്ട് ആ ഗേറ്റ് അടയ്ക്കാം.
ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഗേറ്റ് അടച്ചേക്കായിരുന്നു. കാരണം മിണ്ടുമ്പോൾ ഇവർ ഈ കിണറിൻ്റെ മുകളിലാകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കുറേ ദിവസമായി ഒന്ന് ഒതുക്കണം ചോദിച്ചു. സംഭവം അതേ കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ ഇതുവരെ എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 1:15 എത്ര മണിക്കാണ് 9:30 ആകുമ്പോൾ ഇറങ്ങിയതാണ് ഞാനും ഡാഡിയും കൂടിയിട്ട് കേട്ടോ. ഡാഡിക്ക് ശരിക്കും വയ്യാണ്ടായി. എനിക്കും ഈ പറഞ്ഞ പോലെ കുമ്പിട്ട് ഞാനാണ് മണ്ണ് നിറയ്ക്കുന്ന ആൾ, ഡാഡിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾ. അധിക ഭാഗം ഡാഡിയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് കയറിനോടുകൂടി പിള്ളേരുടെ ഭക്ഷണം വരെ കഴിഞ്ഞു കേട്ടോ. ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഊഴാണ്. അപ്പോൾ ഡോൺ വരാൻ കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു. പക്ഷേ അവൻ വേഗം തന്നെ എത്തി. അപ്പോൾ ഇന്ന് മുണ്ടും ഷർട്ടും ഇട്ടിട്ട് മൂപ്പര് പോയേക്കണേ. സംഭവം വേറെ ഒന്നുമല്ല, ഡോണിൻ്റെ ഫ്രണ്ടുണ്ട് ജിജോ, അവർ ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 4 ഫ്രണ്ട്സ് ഒരുപോലെ എവിടെ പോകുമ്പോഴും ഒരു യൂണിഫോമിലാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഷർട്ടും മുണ്ടുമായിരുന്നു അവരുടെ ഡ്രസ് കോഡ്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഭക്ഷണം കഴിഞ്ഞ് കയറി. ഡോൺ ഡ്രസ്സ് മാറാനായിട്ട് പോയി. പിന്നെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ അവനും പോയത്. അപ്പോഴേക്കും സോഫയും കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ ഒന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും ഡോൺ വന്നതുകൊണ്ട് ഡോണിന് ഭക്ഷണം കൊടുക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് പകർത്താനായിട്ട് നിന്നു. അപ്പോൾ മെയിനായിട്ട് പണി നമുക്കിത് പകർത്താം എന്നുള്ളതൊരു വലിയൊരു പണിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭക്ഷണം ബാക്കിയിലാണ് ഞാൻ അവർക്ക് ഭക്ഷണം ഇട്ടിട്ട് കൊടുക്കുക, അതായത് നമ്മുടെ പിള്ളേർസിന് പട്ടികൾക്ക്. അപ്പം ഞാൻ പറയും അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഇവരൊക്കെ പോയി. അതിന് ശേഷം അപ്പോൾ ഇന്ന് മോരുകറിയും ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് പീസുകളുണ്ടല്ലോ, എല്ലുകൾ. സാധാരണ സൂപ്പ് വയ്ക്കാനാണ് എടുക്കാറ്, പക്ഷേ ഇപ്രാവശ്യം ഡിവൈൻ അതെടുത്തിട്ട് വെറുതെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാനും ഡോണാണ് മെയിനായിട്ട് കഴിക്കുക എല്ലുള്ളത്. ഇവരാരും അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് അതിൻ്റെ എല്ലൊക്കെ മാറ്റി വെച്ച് കറികളും കാര്യങ്ങളൊക്കെ പകർത്തി അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോയപ്പോഴാണ് ഒരു 10 ചക്കയുടെ കഷ്ണം ഇരിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് ഇനിയിപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ ഞാനത് വളരെ കുറച്ച് വെള്ളത്തിൽ ബെല്ലവും ഇതും ഇട്ടിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ച് തിളപ്പിക്കല്ല കേട്ടോ, വേവിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് ഉച്ചയിലത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, സാധാരണ നമ്മൾ 2:30-ക്കാണല്ലോ പോസ്റ്റ് ചെയ്യാനായിട്ട് 2ാമത്തെ ട്രിപ്പ് പോവുക, ആ സംഭവങ്ങൾ ഒതുക്കി വെക്കാം. സംഭവം 2:30 ആയിട്ടില്ല, എന്നാലും ആ പരിപാടി അങ്ങോട്ട് കഴിച്ചു വെച്ചാൽ ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയിലത്തേക്ക് ഉണ്ടായിരുന്ന സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് ഓർഡർ തന്നിട്ടുള്ളവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ആൻറ്റി, എനിക്ക് വേണ്ടി എടുത്തു വെക്കണതാണ് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ എടുത്തു വെച്ച് കഴിഞ്ഞ് കവറിൽ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും പ്ലേറ്റഡ് സാധനം വന്നു, എനിക്ക് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ മാല കണ്ടമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അവരിടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടായിട്ട് പറയുകയാണ്, ക്രിസ്റ്റലിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ സാൻഡ് സ്റ്റോൺ നിങ്ങൾക്ക് അറിയാം, കണ്ടമാനം പോയിട്ടുള്ളതാണ് നമ്മളുടെ കയ്യിൽ നിന്ന്. ഇത് 2.4-ഉം 2.6-ഉം ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് 2 അയക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊറിയർ വന്നത്. ഒന്ന് ഡിവൈനുള്ളൊരു കുർത്ത, നല്ല കുർത്ത, കാരണം അത് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ കുറേ നാളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1 കിലോ വാങ്ങിക്കുന്നതിന് പകരം തെറ്റിയിട്ട് ചെറുതാണ് അടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഡാഡിക്കും മോനൊന്നിനും തികഞ്ഞില്ല. അപ്പോൾ ഞാനിത് ഇപ്രാവശ്യം 1 കിലോ വാങ്ങിച്ചു. പക്ഷേ ആദ്യമൊക്കെ ഒരെണ്ണമായിട്ടാണ് വരാറ്, ഇതിപ്പോൾ 2 അരയായിട്ടാണ് വന്നേക്കണത് കേട്ടോ. ഞാൻ ശരിക്കും നോക്കിയിട്ടുമില്ല, ഞാൻ അങ്ങനെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം ഞാൻ എന്തോ പണി തിക്കും തിരക്കിൽ ചെയ്യുന്ന സമയത്താണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, സീലും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നേക്കണം. ഇതിലൊക്കെ നല്ലോണം ഫ്രൂട്ട്സും ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത് കുറേ പേരെന്നോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഷോപ്സിൽ നിന്നാണ് വാങ്ങിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് അടിച്ച് നോക്കിയാൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ 1 കിലോൻ്റെ ആണെങ്കിൽ 1 kg അടിക്കുക. അപ്പോൾ ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. അത് ചിലത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മറ്റേ സീഡ്സും കൂടിയുള്ളതുണ്ടാവും, ചിലത് ഇത് മാത്രമുള്ളതുണ്ടാവും, അങ്ങനെയുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കാപ്പിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈനോട് പറയുകയും ചെയ്തു, മമ്മി അതൊന്ന് പൊട്ടിച്ചിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരിയെന്ന് വിചാരിച്ച് ഞാനത് പൊട്ടിച്ചിടാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മുഴുവൻ ഈ AVTയുടെ കാപ്പിപ്പൊടിയുടെ ചെപ്പ. എനിക്ക് തോന്നുന്നു ഒരു 8-9 കൊല്ലത്തെ ശേഖരിച്ച് വെച്ചിട്ടുള്ള കുപ്പിയാണ് കേട്ടോ. അത് പല വട്ടമായിട്ട്. അത് ഹോർലിക്സിൻ്റെ കുപ്പികളത് ഇന്നാൾ ഞാൻ നോക്കിയപ്പോൾ 2010-ത്തെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ 2 വാങ്ങി. അപ്പോൾ നിങ്ങളായാലും ചെയ്യേണ്ടത്, നമുക്ക് ഈ കാപ്പിപ്പൊടിയൊക്കെ എന്നും വേണ്ടതാണ്.
എന്നാൽ ഇങ്ങനത്തെ പാക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളത് 2 വാങ്ങിച്ചാൽ പാത്രത്തിന് പാത്രമാവുകയും ചെയ്തു, എന്താ പറയുക, കാപ്പിപ്പൊടിക്ക് കാപ്പിപ്പൊടി ആവുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് ചായപ്പൊടി പോൾസേട്ടനും ആക്കിയേക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പോലെ തന്നെ ആക്കിയിട്ടോ. ഈ കട്ടൻ ചായ ഇങ്ങനത്തെ കുടിക്കാനായിട്ട് വലിയ ഇഷ്ടം. ഡാഡിക്ക് ഇവിടെ വലിയ ഇഷ്ടമില്ല, പക്ഷേ ഡോണിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഡോണാണ് ഇവിടുത്തെ ആൾക്കാർ. ഡിവൈൻ വല്ലപ്പോഴൊക്കെ കഴിക്കും, അല്ലാണ്ട് അങ്ങനെ അത്ര വലിയ ഡിമ്പിൾ തൊട്ട് നോക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അക്കിക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്രാവശ്യം കൊണ്ടുവന്ന ഈ ഹെർബൽ ലെമൺ ടീ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അത് ഒരു ഗ്ലാസ് ഈ ഒരു കവറ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു സാഷയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കുടിക്കണതാണ്. ചുമയൊക്കെ എനിക്ക് ആ വഴിക്ക് പോയിന്ന പോലെ, അതായത് ചുക്കും കുരുമുളകും നമ്മൾ കാപ്പി വയ്ക്കണ പോലെ ഇത് ചായപ്പൊടി സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിന്നും അപ്പോൾ എൻ്റെ ഒരു റോസ്റ്റിയൊക്കെ ശരിക്കും കഴിഞ്ഞു തുടങ്ങി. എന്നാലും ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്. എന്താ പറയുക, നമ്മുടെ പോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ വർഷക്കാലം ആകുമ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ച് മഴയൊക്കെ നോക്കിയിരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അത് ആക്കി വെച്ച് ഡാഡിയുടെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ നമ്മുടെ ചക്ക ഉണ്ടായിരുന്നല്ലോ, ചക്കയിൽ ഞാൻ കുറച്ച് മൈദ, ഒരു തുണ്ട് മൈദ, കുറച്ച് അരിപ്പൊടി, വെല്ലം, പിന്നെ വെല്ലവും ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ. ഒരു മിനിസത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ച് ഈ പരുവത്തിലാക്കി വെച്ചു. ഞാൻ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പം തന്നെ കോരി വിത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതറിയാണ്ട് ഡിംപിൾ മറ്റേ പഴംപൊരി ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കൾക്കുള്ള ഫുഡ്. അപ്പോൾ നോക്കിയപ്പോൾ 2 ദിവസം മുമ്പ് വാങ്ങിച്ച പൊറോട്ടയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയൊന്നും ഞാൻ പിറ്റേ ദിവസത്തേക്ക് കുട്ടികൾക്കായാലും എടുക്കാറില്ല സാധാരണ കേട്ടോ. ഇപ്പം ഇന്ന് രാത്രി വാങ്ങിച്ചതാണെങ്കിൽ നാളെ രാവിലെ കുത്തു പൊറോട്ട ഉണ്ടാക്കും. അല്ലാണ്ട് നമ്മളങ്ങനെ കുറേ ദിവസത്തേക്ക് വെക്കില്ല. 2 ദിവസം പിറ്റേ ദിവസം ഒക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് കൊടുക്കാനാണ്. പിന്നെ രാവിലെ അപ്പം വാങ്ങിച്ചു കൊണ്ടുവന്നതിലും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് പൊടിച്ച് അവർക്കുള്ള, അപ്പോൾ ഇന്ന് ഞാൻ ചോറ് അവർക്ക് വേണ്ടി വെച്ചില്ല. മറ്റേത് ഞാൻ കുഞ്ഞി കുക്കറിൽ അന്നത്തേക്ക് കുറേശ്ശെ ചോറ്, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് കണക്കാക്കി ചോറ് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ അത് 2 കൂടി ആയപ്പോൾ അവർക്ക് ആ മസാലയും കൂടി ആയപ്പോൾ അവർക്കത് മതി. അപ്പം ഞാൻ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും തെളിച്ച് അങ്ങനെ വെച്ചു. കൊടുക്കണ സമയമായപ്പോഴേക്കും അത് വീർത്ത്, എന്താ പറയുക, അവർക്ക് കൊടുക്കേണ്ട ഒരു നല്ല ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്കുള്ള പാലെടുത്തു. ആദ്യം പാലെടുത്ത് അത് കൊടുത്ത് അവരെ കൂട്ടുന്ന അഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കിടക്കാൻ നിന്നില്ല. കാരണം ഇന്നലെ എന്തോ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ഉറക്കം വളരെ കുറവ് വരുന്നു. കാരണം ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഒരൊറ്റ കിടപ്പ് കിടന്നാൽ പിന്നെ 6 മണിക്ക് ആവില്ലേ എണീക്കും. ഇവരുടെ കുര കേട്ടിട്ടാണ് ഞാൻ എണീക്കുക. അപ്പോൾ നമ്മുടെ ചോട്ടൂനെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു 2 പേരുടെയും മുടി വെട്ടാൻ പറ്റി. ഇവൻ്റെ മുടി വെട്ടാൻ പറ്റിയിട്ടില്ല. പുതിയ കത്രിക വാങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ 3 പേർക്കും പാലൊക്കെ വെച്ച് കൊടുത്ത് 3 ആളും കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ 3 പേരെ ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ നോക്കുകയാണ്. അപ്പോൾ ഡിവൈൻ പറഞ്ഞ പോലെ ചിന്തു നോക്കുക, ഇനി എനിക്ക് എവിടെ നിൽക്കുന്ന ഒച്ചയിടും, ഇനി എൻ്റെ കിണർ എവിടെ പോയി എന്നിട്ട് ഡിവൈൻ കളിയാക്കും ചിന്തുവിനേട്ടോ. ചിന്തു എന്ന് പറഞ്ഞാൽ ആ അറ്റത്ത് നിൽക്കുന്ന ആൾ, ഇപ്പോൾ ഈ പോണോള്, അവളാണ് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടമ്മ. അവളെ എല്ലാ കാര്യങ്ങളും, ലോകകാര്യങ്ങളും മുഴുവൻ അവളുടെ തലയിലാണ്. ഒരു ഇല അനങ്ങിയാൽ, ഒരു പല്ലി പോയാൽ അവളാണ് ആദ്യം എല്ലാത്തിനും മുന്നിൽ നിൽക്കുക. ഇത് നമ്മുടെ കിയാണ്. കിയയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് സംഭവം വെച്ചാലും അവൾക്ക് ആദ്യം കിട്ടണം, അതാണ്. അല്ലെങ്കിൽ അവൾ അപ്പം പിണങ്ങും. അതാണ് കിയയുടെ പ്രത്യേകത. ഭയങ്കര സുന്ദരിയാട്ടോ, നല്ല വിളുവിളാന്നിരിക്കുന്നവളാണ്. അപ്പോൾ ഇതാണ് കിയ. അപ്പോൾ ഇവൾ കുടിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങി നിന്നിട്ടാണ് അടുത്ത ആൾ വരെ. ഇവർ 1 2 3 എന്നുള്ള ക്രമമാണ്, നമ്മൾ പറയണ്ട, അവർക്ക് തന്നെ അറിയാം അവരുടെ ഓർഡർ. ഫസ്റ്റ് കിയ കുടിച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തു വരും. ചിന്തു വന്ന് അതിൻ്റെ ഇടയിൽ ചോട്ടു ഒന്ന് വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കും. ചിന്തുവിൻ്റെയും കൂടി കുടി കഴിഞ്ഞ് പോയാലേ ചോട്ടു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മാച്ച് ഇല്ലാത്ത പേരാണല്ലോ എന്ന്. ഇവരുടെ പേരുകളൊക്കെ വേറെയാണ് കേട്ടോ. അങ്ങനെ കിയയുടെ പേര് കിയ തന്നെയാണ്. അങ്ങനെ ഇവരെ ഞാൻ കൂടടച്ചിട്ടു. കാരണം എനിക്ക് കൂടൊന്ന് കഴുകണം. അപ്പോൾ ഇവരെ അഴിച്ചിട്ടതിന് ശേഷം ഞാൻ ബാക്കി പണികൾക്ക് അകത്ത് കയറി. അപ്പോൾ ഉച്ചയിലത്തെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയിലത്തെ അല്ല, ഇപ്പോൾ നമ്മൾ ചക്കയുടെ സംഭവം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കടന്നപ്പോഴാണ് അയ്യോ ഇതൊന്നും ഒതുക്കിയിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടു. അപ്പോൾ ഇന്ന് ഡാഡി ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോയി. ഞാൻ പറഞ്ഞില്ലേ ചായപ്പൊടിയും കൊണ്ട് അക്കിയുടെ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഒതുക്കിയതിന് ശേഷം ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്താണ് അത് കത്തിക്കുന്നത്. കാരണം ചാക്കോച്ചൻ വരുമ്പോഴേക്കും അത് കത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഞാൻ പറയാറില്ലേ, വീടൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ചന്ദനത്തിരി കത്തിച്ച് നമ്മുടെ ആ വീടടഞ്ഞ് കിടക്കുന്ന വീട്ടിൽ ആ ഒരു മണം വരുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കത്
കുഞ്ഞിലേ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ടുണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു സ്വഭാവം. അപ്പോൾ അത് എന്നെ ഡിമ്പിളും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഡോണിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡിവൈന് ആദ്യം ഇത് വന്നപ്പോൾ ഒരു ശ്വാസം മുട്ട് പോലെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉപേക്ഷിച്ച. പക്ഷേ ഇപ്പോൾ ഡിവൈനും കത്തിക്കും. പക്ഷേ ചാക്കോച്ചന് പറ്റില്ല, ലീലാമ്മയ്ക്കും ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ അവിടെ ഇവിടെ ഇവർ മുറ്റത്ത് പോയ നേരത്ത് കത്തിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടൊക്കെ ഒതുക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട നേരം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർ വരണതിന് മുമ്പ് അവർക്ക് അതങ്ങടെ കൊടുക്കാമെന്ന്. അപ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡാഡി ഒരു പ്രത്യേക സംഭവം കൊണ്ടുവരാൻ പോയേക്കാന്ന്. എനിക്ക് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കെസ് ബേബിയുടെ ബർത്ത്ഡേ ആണ്, അതായത് പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ആ ബർത്ത്ഡേക്ക് അവന് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണ്ടേ. അതുപോലെ നമ്മൾ മരിച്ചുപോയ അപ്പച്ചനായാലും അമ്മച്ചിയായാലും അമ്മയായാലും അപ്പനും ഉണ്ട്, പിന്നെ ചേച്ചി. അപ്പോൾ ഇവരൊക്കെ വെച്ച് എനിക്ക് സുലുവാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പോൾ സുലുവിന് ഒരു എന്താ പറയുക, 1000 നന്ദി. എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സുലുവാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. 2-3 പാറ്റേൺ കാണിച്ചു, പക്ഷേ എനിക്ക് തോന്നി ഇത് മതി എന്നുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചതാണ് ഇത് മതിയെന്ന്. അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ വിചാരിച്ചത് കണ്ണകുളങ്ങര ഒരു ഇത് പ്രസ് അടിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം സ്ഥലത്ത് ഞാൻ 1 മാസം കൊണ്ട് അന്വേഷിക്കണം. അപ്പോൾ ചിലർ പറഞ്ഞു ലാമിനേഷൻ ചെയ്ത് തരാം, പ്രിൻ്റ് അടിച്ച് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ പല രീതിയിലും നോക്കിയിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഡാഡി നമ്മുടെ പള്ളിയിൽ പോയിട്ട് ഇത് വാങ്ങി എവിടേക്കോ അന്വേഷിച്ച് അവസാനം നോക്കിയപ്പോൾ കണ്ണകുളങ്ങര പള്ളിയിലാണ് ഇത് അടിക്കണ്ടായിരുന്നത്. അപ്പം കണ്ണകുളങ്ങര പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ അമ്മച്ചി എന്ന് തന്നെ പറയാം, സ്ഥിരം പോയിരുന്ന പള്ളി, ഞങ്ങളുടെ 3 ആളുടെയും കല്യാണം കഴിഞ്ഞ പള്ളിയാണ്. ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളൂ. അപ്പോൾ അപ്പച്ചൻ പുത്തമ്പള്ളിയിലും അമ്മച്ചി നമ്മുടെ മരിയാപുരം പള്ളിയിലാണ്. അപ്പോൾ ഞാൻ വേഗം അവരോട് സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ 2 എണ്ണം കൂടുതൽ അടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് കണ്ണകുളങ്ങര പള്ളിയിലും അമ്മച്ചിയുടെയും ചേച്ചിയുടെയും ഓർമ്മയ്ക്ക് മരിയപുരം പള്ളിയിലും, പിന്നെ നെല്ലിക്കുന്ന് അമ്മയുടെ ഓർമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും വേണ്ടി നെല്ലിക്കുന്ന് പള്ളിയിലും, പിന്നെ നമ്മുടെ കെസ് ബേബിക്ക് വേണ്ടി നടത്തറ പള്ളിയിലും അത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതടിച്ച് കൊടുക്കണം എന്നുള്ളത്. അത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കറിയില്ല എന്ത് സന്തോഷം എനിക്കുണ്ടായി എന്നുള്ളത്. അത് അങ്ങനെയാണ്, നമുക്ക് മരിച്ചവർക്ക് വേണ്ടി നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടി കുർബാന ചെല്ലിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാണ്ട് നമുക്ക് അവർക്ക് വേണ്ടി അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഭക്ഷണം കൊടുക്കുക അതൊക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ഒന്നിനും പറ്റില്ലെങ്കിൽ ഓഫീസ് ചെല്ലാനായിട്ട് ആരെങ്കിലുമൊക്കെ ഇത് എടുക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മരിച്ചു പോയി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മരിച്ച വിശ്വാസികളുടെ ചെല്ലാൻ തോന്നിക്കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ അത് ഒക്കെ കണ്ട് അതിൻ്റെ സംതൃപ്തിയിൽ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഡിമ്പിളിനും ഡിവൈനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു ലീലാമ്മ കണ്ടെങ്കിൽ പോണേലും പാണെങ്കിൽ ഒരെണ്ണം ഞാൻ ലീലാമ്മ അത് കൊണ്ടുപോയേനെന്ന്. ഞാൻ ഒരെണ്ണം നമുക്ക് കൊടുക്കാമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ കുട്ടികൾക്ക് ഇന്നൊരാഗ്രഹം പിസ്സ വേണമെന്ന്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴത്തെ രീതിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ച് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. സംഭവം പിസ്സ ഒന്നും ആദ്യം കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ അറിയാം. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക. അവരെ പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തേക്കൊന്നും നമ്മൾ കൊണ്ടുപോകാറില്ല, ഫുഡ് കഴിക്കാനൊന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായാലും അങ്ങനെ അധികം പുറത്ത് പോകണില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. അതായത് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവരത് കാണുമ്പോൾ അയ്യോ പിസ്സ എനിക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി വാശി പിടിക്കുക, അതൊന്നും ചെയ്യാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് 3 പേർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡാഡി വേഗം പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ രാത്രിയിലേക്ക് എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ, നിങ്ങൾക്ക് അൽഫാം വേണമെങ്കിൽ അൽഫാം, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയായി, ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞാൻ സന്ധ്യ നേരത്ത് ഞാൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിലതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ല് പോയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് അതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളും തീർക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു കല്ല് പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കല്ല് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്തത് ഇതാണ്. ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് കേട്ടോ. ഇത് മെറൂണാണ്, മെറൂണും ഗോൾഡും ആയിട്ടുള്ളത്. 1 ലെയറും ഉണ്ട്, 2 ലെയറും ഉണ്ട്. ഇത് തന്നെ ഇനി റൂബിയുടെ ഉണ്ട്, കാണാൻ നല്ല ഭംഗി. റൂബി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലാണ്, സ്റ്റോണല്ല, ക്രിസ്റ്റലാണ് കേട്ടോ. ഇത് ഇങ്ങനെ മുത്തല്ല, എന്താ പറയുക, അങ്ങനെയാണ് കേട്ടോ.
നല്ല സംഭവമാണ്. 1 ലെയറും ഉണ്ട്, 2 ലെയറും ഉണ്ട്. ഇത് തന്നെ പാദസരത്തിന് കൊണ്ടുപോകും. പക്ഷേ ഇത് നമുക്ക് വെച്ചാൽ സൈസിന് പാദസരം കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണികൾ വളരെ ചെറുതാണ്. ഇത് പേളിൻ്റെ കണ്ടമാനം പോയതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റഡ് 3 സൈസിൽ സ്റ്റഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം, എന്നും കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതും അതെ, ഈ പറഞ്ഞ പോലെ സ്റ്റഡ് ഒറ്റ കല്ലാണ്. ഈ പറഞ്ഞ ഈ മാല ഓർഡർ ചെയ്തവർക്ക് ഒറ്റ സ്റ്റഡിൻ്റെയാണ് വേണ്ടത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്ഥിരമുള്ളതാണ് മരുന്ന്. കാര്യമായിട്ടൊന്നുമില്ല, പ്രഷർ, ഷുഗർ അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഗൗരവമായ ഗുളികയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ എന്തുട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അത് ഞാൻ കൃത്യമായിട്ട് കഴിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്ന് പുതിയ ഒരു സ്ഥലത്തു നിന്നാണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നു. മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പുതിയത് തുടങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് മറന്നു. അത് തുടങ്ങി അന്ന് തൊട്ട് ഇവർ അവിടുത്തെ ട്രൈ ചെയ്യണം എന്ന് പറയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോഴാണ് ഡാഡി പറഞ്ഞത്, എന്നാൽ നിങ്ങൾ ഓർഡർ ചെയ്തോന്ന്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കുബൂസിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, മയോണൈസ് ഉണ്ട്. ഇതൊരു തരം ചട്നി, സോസ്, എന്ത് സോസ് എന്ന് പറയാം, നല്ല ടേസ്റ്റ്. പിന്നെ സോസും ഇതൊക്കെ വേറെ ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസ്, പിന്നെ സാലഡ്, നല്ല സാലഡ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കുമ്പോൾ അവിടെ അവർ സണ്ണും എന്താ പറയുക, ഫാദറും സണ്ണും ഐസ്ക്രീം ഷോപ്പിൽ വരുന്നതും ഐസ്ക്രീം കൊടുക്കുന്നതും ഐസ്ക്രീം തീറ്റണതും. അതായത് സണ്ണിന് മാറ്റില്ല, ഫാദർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പാച്ചുവിൻ്റെ സണ്ണാവും, തോമുവിൻ്റെ സണ്ണും ആവും ചാക്കോച്ചൻ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അവരുടെ കളി അവരുടെ ഒരു വശത്ത്, ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഡോൺ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോൺ പുറത്ത് പോയേക്കും. അപ്പോൾ ഡോൺ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫുഡ് ഇങ്ങനെ നേരത്തെ കഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ഇഷ്യൂ ആണ്. ഓരോ ദിവസവും ഓരോന്ന് യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്നായിട്ട് 2 ദിവസമായിട്ട് നമ്മുടെ കൃഷ്ണകുമാർ, കിച്ചു എന്ന് ഞാൻ പറയുന്ന കിച്ചുവിൻ്റെ കൂടെയാണ് ഫസ്റ്റ് ഡിംപിൾ ഫിലിം ചെയ്തത്, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്നുള്ളത് കേട്ടോ. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ കിച്ചുവിൻ്റെ ഫാമിലിയിലത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ ഞങ്ങളത് എന്താ പറയുക, അതൊന്ന് കാണണം എന്ന് വിചാരിച്ച് ഒന്നിച്ചിരുന്ന് കേൾക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും ഡോൺ വരാൻ ലേറ്റാവും. ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പാത്രം കഴുകി ഒതുക്കണ സമയം കൊണ്ട് ഞാൻ വേഗം ഇവരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തോടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വശത്തേക്ക് ഞാനിപ്പോൾ കിടക്കണില്ല. കാരണം 1-2 കുട്ടികൾ എന്നോട് പറഞ്ഞു, ആൻറ്റി രാത്രി നേരത്ത് അങ്ങോട്ട് പോവല്ലേ, എന്തെങ്കിലും അപ്പോൾ ചെറിയ കുട്ടികളായാലും അവർ പറയുമ്പോൾ നമ്മൾ കേൾക്കണം. അപ്പോൾ ഞാൻ ഏത് ചെറിയ മക്കളായാലും എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ അത് എന്താ പറയുക ഉൾക്കൊള്ളു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിള്ളേരെ കുളിക്കാൻ വിളിച്ച് എടുക്കണ നേരത്താണ് ഞങ്ങൾ ടി വിയിൽ ഈ സംഭവം വെച്ചത്. അപ്പോൾ ഡിവൈൻ്റെ എണ്ണ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിൾ പറഞ്ഞു, എന്നാൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് അങ്ങനെ തന്നെ കിടക്കാം. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാണല്ലോ. അങ്ങനെ ഇവിടെ ഒരുത്തൻ്റെ അപ്പാപ്പനെ കിടന്ന് ഇങ്ങനെ കൊഞ്ചിക്കുക. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും സോപ്പിട്ട്, ഇന്നലെ എൻ്റെ തലയിലായിരുന്നു, ഇന്നിപ്പോൾ അപ്പാപ്പൻ്റെ തലയിൽ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നത് അക്കിയുടെ വീട്ടിൽ നിന്ന് അക്കിയുടെ തല ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചെയ്യണത് കാണുന്നുണ്ട്, മസാജ് ചെയ്യുന്നത് കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവനിപ്പോൾ ഇതാണ് സംഭവം. അല്ലെങ്കിൽ മടിയിൽ കിടത്തിയിട്ട് വാവോ പാടുക, ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ സംഭവം. അതായത് ആളെ മയക്കി പോക്കറ്റിലാക്കാന്ന് പറയില്ലേ, അങ്ങനെയാണ്. പക്ഷേ മയക്കണതല്ല കേട്ടോ, അവൻ്റെ ശരിക്കുള്ള സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് ലോക്കോസ് പിസ്സ എന്നാണ് ഇവർ പിസ്സയാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ എപ്പോഴേക്കും ഇവന് വെള്ളം വേണം. അപ്പോൾ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അത് കഴിഞ്ഞ് 10 മിനിറ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഡിവൈൻ മുകളിലേക്ക് മറ്റേ പാലും കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പോയതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇനി സ്വസ്ഥമായിട്ടിരുന്ന് കാണാനാന്ന്. അങ്ങനെ ഞങ്ങളിതേ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇത് കാണാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പറയുക, ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൽ പറയുന്ന പോലെ തന്നെ എത്രയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ അധ്വാനിച്ച കുറച്ച് സംഭവങ്ങൾ നഷ്ടപ്പെടാമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, നമ്മളെപ്പോഴും പറയും ഏറ്റവും തെറ്റ് വിശ്വാസവഞ്ചനയാണ്. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കുമ്പോൾ അതിനോളം വലിയ പാപമില്ല എന്ന് പറയും. വിശ്വാസവഞ്ചന അത് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം നമ്മളൊരാളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണതും ചെയ്യണതും. ഇത് മാത്രമല്ല, നമ്മൾ പറയുമ്പോഴും അതെ, നമ്മളൊരാളെ വിശ്വസിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ആ ആൾ എവിടെയാണോ പറയേണ്ടത് അവിടെ പോയിട്ട് കൊളുത്തുന്ന, എന്നിട്ട് വഴക്ക് കുടിക്കുക, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസവഞ്ചന. അതുപോലെ നമ്മൾ വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അത് ലീക്കാവുക, അതൊക്കെയാണ് വിശ്വാസവഞ്ചന. ഏറ്റവും
പാടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. പക്ഷേ ദിയ നല്ല ബോൾഡായിട്ട്, ദിയ ആയാലും കിച്ചു ആയാലും നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും, കാരണം അവരുടെ കയ്യിൽ സത്യമുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പം നമ്മൾ ഒന്നും പറയാനില്ല. പക്ഷെ അത് ഞാൻ ദിയയുടെ അവസ്ഥ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ കുട്ടിക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇൻ്റർവ്യൂസ് അവരുടെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഞങ്ങളെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും. അപ്പോൾ അതിൽ കമൻസും നോക്കിയാൽ അറിയാം. നമ്മളെ ചില പണ്ടുള്ള കാരണന്മാർ പറയും ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ പാടില്ല, നമ്മൾ എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇലുമിനാറ്റി വേണം, അത് കഴിഞ്ഞ് അവരുടേതായ കുറേ പാട്ടുകളുണ്ട്. നമ്മുടെ എന്താ പറയുക, ദിലീപിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അമ്പാടിക്കൺ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട്, ആ പാട്ടാണ് മൂപ്പരുടെ ഫേവററ്റ് ഇട്ട് നമ്മുടെ ചാക്കോച്ചൻ്റെ. അപ്പോൾ അത് ഡാൻസാണ്. ദിലീപിൻ്റെ ഭാഗം വരുമ്പോഴാണ് അവൻ ഡാൻസ് കളിക്കുക, ബാക്കിയുള്ള സമയത്തൊന്നും അവന് ഡാൻസ് വരില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം നമ്മളുടെ ഫാമിലി ടൈം എന്ന് പറയില്ലേ, ഞങ്ങളുടെ സമയമായിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്ന് കളിയും വർത്താനം. കാരണം നാളെ ഇനി സൺഡേ ആണ്. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞങ്ങൾ മാക്സിമം കുറച്ച് വൈകിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഡോൺ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. പക്ഷേ ഡോൺ ഇവരൊക്കെ കിടന്നതിന് ശേഷം വന്നേട്ടോ. അങ്ങനെ പാച്ചുട്ടനെ കുളിക്കാൻ കൊണ്ടുപോകണ്. ഇവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കയറുകയാണ്. ഡിവൈൻ്റെ തലയിൽ നിറച്ച എണ്ണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കയറി. ഡാഡി പോയി ഡിംപിൾ പാച്ചുവിനെ കുളിപ്പിച്ച് ഡാഡീനെ ഏൽപ്പിച്ചു. അങ്ങനെ രംഗം ശാന്തമായി. അപ്പോൾ ഞാൻ എന്തായാലും ഡോൺ വരണ വരെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഫോണിൽ രാത്രിയിലത്തെ പരിപാടികളൊക്കെ ആയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് മാലയുടെ, ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ളത്, സ്റ്റോക്കിൽ ബാക്കിയുള്ളത്. അപ്പോൾ അത് ഞാൻ വേഗം ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇനി ബാക്കിയുള്ള ഗോൾഡ്. അപ്പോൾ മന്ത്രകോടി എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. മന്ത്രകോടി മാത്രമല്ല, കല്യാണങ്ങൾക്കും ആവശ്യങ്ങൾക്കും എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ആനയാണ്, നല്ല എന്താ പറയുക ട്രഡീഷണൽ ഓർണമെൻ്റാണത്. പിന്നെ ഇതൊക്കെ എന്താ പറയുക എല്ലാതും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ ഈ ഇളക്കത്താലി താലിക്കൂട്ടം 3 പാറ്റേൺ ഉണ്ട്. ഇത് കുരിശാണ്, ഇതിങ്ങനെ ഒരു കല്ലായിട്ട് വരണത്, പിന്നെ ഒരു പാറ്റേൺ ഇതാണ് കേട്ടോ. അങ്ങനെ 3 പാറ്റേണിലാണ് താലിക്കൂട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ താലിക്കൂട്ട് അത് വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിന്നിട്ടും ഡോൺ എത്തിയില്ല. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പം കിട്ടിയ ഓർഡറാണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടിയും ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക അപ്പോഴേക്കും ഡോൺ എത്തുമല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് അവൻ വന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ കിടന്ന് അവൻ വന്നപ്പോഴും ചോദിച്ചത് കിച്ചുവിൻ്റെയും ദിയയുടെയൊക്കെ വിശേഷം തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും അതാണ്. കാരണം ഭയങ്കര സങ്കടമാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ അത് എല്ലാം ഭംഗിയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനിക്കട്ടെ എന്ന് വിചാരിക്കണം, എന്ന് എന്താ പറയുക എന്ന് ആഗ്രഹിക്കുന്നു. വിചാരിക്കല്ലോ, ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാനും കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നെനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം എൻ്റെ പോയ 6 പേരുണ്ട്. അപ്പനെ പിന്നെ ഞാൻ കാണാത്തത് കൊണ്ടും പിന്നെ ഒരു ഫോട്ടോ ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ അപ്പൻ്റെ കാര്യം പറയാത്തത് കേട്ടോ. അപ്പനും അമ്മയും അവിടെ നിന്ന്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും ഇവിടെ നിന്ന്, പിന്നെ നമ്മുടെ ഒരു കെസ് ബേബി. അപ്പോൾ എനിക്ക് എന്താ പറയുക, മനസ്സ് നിറഞ്ഞിട്ടാണ്. ഞാൻ പറയായിരുന്നു, ഞാനിത് അടിക്കുമ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നത് വരെ ഇനി ഒരാളുടെ ഫോട്ടോ വെക്കാൻ ഇടവരുത്തല്ലേ കർത്താവേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത്. അതുപോലെ തന്നെ ദൈവം ഇന്ന് വരെ നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയണ പോലെ പുറത്ത് പോയി അടിച്ചു പൊളിക്കുക. ബൈ.